Hello students, കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ റിസൾട്ട് നമ്മൾ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പോകണം. നമുക്ക് പ്രോബ്ലംസിൽ അത് അപ്ലൈ ചെയ്യാം. If the ith constraint of the primal is an equality, then the ith variable of the dual is unrestricted inside. Primal problem in the standardized form minimize subject to greater than or equal to constraints with the non-negative restrictions. But here ith constraint is an equality. Minimize f of x equal to cx. Cx is written in the form c1x1 plus c2x2 plus etc. cnxn subject to ax greater than or equal to b. a11x1 plus a12x2 plus etc. a1nxn greater than or equal to b1. Second constraint a21x1 plus a22x2 plus etc. a2nxn greater than or equal to b2 etc. The ith constraint is given to be an equality. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്ന് തന്നിട്ടുള്ള വ്യത്യാസം. Equality for ith constraint. Therefore we write the ith constraint ai1 x1 സാധാരണ എടുത്ത് എഴുതാറില്ല plus ai2 x2 plus etc. ain xn equal to bi. That's only an equality. Other conditions satisfy the standard form. Mth constraint greater than or equal to am1 x1 plus etc. amn xn greater than or equal to bm. Non-negative restrictions are satisfied. x1, x2, etc. xn greater than or equal to 0. Only violation for ith constraint in the standard form. It is only equality. അത് മാത്രം equality ആയിട്ട് എഴുതി. Then to write the result prove ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. To write the dual. Primalന് നമുക്ക് primalന് വേരിയബിൾസിന്റെ എണ്ണം n. അപ്പോൾ ആ n വരുന്നതിന് നമ്മൾ j ഉപയോഗിക്കും. j varies from 1 to n. പ്രൈമലിന് കൺസ്ട്രെയിൻസിന്റെ എണ്ണം m. അപ്പോൾ കൺസ്ട്രെയിൻസിന്റെ എണ്ണം m വരുന്നതിന് i ഉപയോഗിക്കും. i ഈക്വൽ ടു 1 to etc. m. അപ്പോൾ ഡ്യുവലിൽ ഇത് തിരിഞ്ഞു പോയി. ഡ്യുവലിന്റെ ഇത് വേരിയബിൾസ്, ഇത് കൺസ്ട്രെയിൻസ്. ഡ്യുവലിന്റെ കൺസ്ട്രെയിൻസ് ആണിത്. ഡ്യുവലിന്റെ കൺസ്ട്രെയിൻസ് i ഈക്വൽ ടു 1 j ഈക്വൽ ടു 1 2 etc. n ആണ്. ഡ്യുവലിന്റെ വേരിയബിൾസ് ആണിത്. i ഈക്വൽ ടു 1 2 etc. m. പ്രൈമലിന്റെ കൺസ്ട്രെയിൻസ് ആണ് ഡ്യുവലിന്റെ വേരിയബിൾസ്. അപ്പൊ പ്രൈമലിലെ ith കൺസ്ട്രെയിന്റ്, അപ്പോൾ ഡ്യുവലിലെ പ്രൈമലിന് എത്ര കൺസ്ട്രെയിൻസാ? m കൺസ്ട്രെയിൻസ്. അപ്പോൾ ഡ്യുവലിന് m വേരിയബിൾസ്. അപ്പോൾ ആ റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. പ്രൈമലിന്റെ കൺസ്ട്രെയിന്റിന് ഡ്യുവലിന്റെ വേരിയബിൾസുമായിട്ടാണ് ബന്ധം. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ith constraint is an equality, then that connects to the variables of the dual. Then ith variable of the dual. ith variable of the dual is related to ith constraint. ith variable of the dual. അവിടെ ഒരു വ്യത്യാസം വരും. വ്യത്യാസം എന്താ? സ്റ്റാൻഡേർഡിൽ നിന്നുള്ള വേരിയേഷൻ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ എന്നാകും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പ്രൈമലിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. ദിസ് ഈസ് ദ പ്രൈമൽ വിത്ത് ith കൺസ്ട്രെയിന്റ് ഇക്വാളിറ്റി. പ്രൈമലിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം എന്ന് പറഞ്ഞാൽ മിനിമൈസേഷൻ വിത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ്. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ടു ദിസ് ഇക്വാളിറ്റി വി ഹാവ് ടു റൈറ്റ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ്. അത് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ this greater than or equal to bi and this less than or equal to bi, and that less than or equal to constraint is converted into greater than or equal to form by multiplying with the minus sign both sides. അപ്പോൾ ആദ്യത്തേത് ഇത് തന്നെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഞാൻ ഇവിടെ തന്നെ മാറ്റി എഴുതാണ് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോം ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഐ എന്ന് തന്നെ ആദ്യം എഴുതാം. ഇൻസ്റ്റെഡ് ഓഫ് ദ ഇക്വാളിറ്റി വി റൈറ്റ് ടു ഇൻഇക്വാളിറ്റീസ്. ഫസ്റ്റ് വൺ കറസ്പോണ്ടിംഗ്ലി ഗ്രേറ്റർ ദാൻ ഓർ, അടുത്തത് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് തന്നെ. പക്ഷെ നമുക്ക് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം ആവുള്ളൂ. അപ്പോൾ ഇതിന്റെ എല്ലാ കോഎഫിഷ്യൻസിനെയും മൈനസ് i1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് ai1 x1 മൈനസ് ai2 x2 മൈനസ് എക്സെട്ര മൈനസ് ain xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൈനസ് ബി ഐ. ഇത് രണ്ടും കൂടെ ഇക്വാളിറ്റി ആയിരുന്നു. അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഡ്യുവൽ എഴുതാം. പ്രൈമലിന് മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് മുമ്പ് എഴുതത്തില്ലായിരുന്നു, ഇത് ഇക്വാളിറ്റി ആയിരുന്നു. ഓൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻ. ഇനി പ്രൈമലിന് എത്ര കൺസ്ട്രെയിൻ ഉണ്ടോ അത്രയും വേരിയബിൾസ് ആണ് ഡ്യുവലിന്. പ്രൈമലിന് എത്ര കൺസ്ട്രെയിൻ ഉണ്ട്? m കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു.
ith കൺസ്ട്രെയിനിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടെണ്ണം കൊണ്ടുവന്നു. അപ്പോൾ m+1 കൺസ്ട്രെയിൻസ് ഉണ്ട്. പ്രൈമൽ ഹാസ് m+1 constraints and variables n variables. Therefore, when we write the dual has m+1 variables and n constraints. Here n variables. Therefore, dual has n constraints. ഇതാണ് ഡ്യുവലിൻ്റെ ഒരു അവസ്ഥ. ഇനി വേരിയബിൾസിനെ സെലക്ട് ചെയ്യണം. m+1 വേരിയബിൾസ് ഉണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് y1, ഇതിന് y2, അങ്ങനെ ഇതിന് ym എന്ന് വരുന്നതാണ് നല്ലത്. അപ്പോൾ ഐത്തിന് yi എന്നായിരുന്നു വരേണ്ടത്. പക്ഷെ ഐത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടെണ്ണം ഉണ്ട്. അപ്പം ഞാൻ പറയാം, ഫസ്റ്റ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് y1, ഓരോ ഇനിക്വാളിറ്റിക്ക് പ്രൈമലിലെ കൺസ്ട്രെയിൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡ്യുവൽ വേരിയബിൾസ്. സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് y2. അങ്ങനെയാണെങ്കിൽ നമുക്ക് mന് കറസ്പോണ്ടിങ് ആയിട്ട് ym ഇഷ്ടം. ith ഉണ്ടായിരുന്നു, അതിനെ 2 ആക്കി. അപ്പോൾ അതിനെ നമുക്ക് yi1, ഇത് ith കറസ്പോണ്ടിങ് ആയിട്ടുള്ളതല്ലായിരുന്നു, ഇതിനെ yi2 എന്നങ്ങ് വിളിക്കാം. ഓർഡറിൽ ym+1 വരെ പേര് കൊടുക്കുന്നതിന് തടസ്സമൊന്നും ഇല്ല. പക്ഷെ ഇതിനെ നമ്മൾ ഇനി റീപ്ലേസ് ചെയ്യാൻ പോവുക. ith വേരിയബിൾ ഈസ് അൺറെസ്ട്രിക്റ്റഡ് ഇൻസൈഡ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതിനെ എടുത്ത് yi ആക്കും. അതുകൊണ്ട് ഇതിനെ ith കൺസ്ട്രെയിൻറ്റ് ഈക്വാളിറ്റി ആയിരുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കി. അവിടുത്തെ വേരിയബിൾസിനെ ഞാൻ yi1, yi2 എന്ന് വിളിക്കും. Now we can write the dual. എങ്ങനെയാ dual എഴുതാം? x1ന്റെ കോഎഫിഷ്യൻസ് നോക്കുക. ഫസ്റ്റ് we have to write the objective function. Minimization greater than or equal to primal. Therefore, maximization is the objective function. Maximize b1 y1 plus b2 y2 plus etc. plus എന്ത് വരും? bi yi1 here minus bi yi2 plus ഇനി എല്ലാം ഒരുപോലെയാ etc. bm ym is the objective function. To write the first constraint, take the coefficients of x1 a11 y1 plus a താഴേക്ക് a21 y2, ഈ വ്യത്യാസം എല്ലായിടത്തും വരും, പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് വരും? കോഎഫിഷ്യൻസ് ഓഫ് x1 ai1 yi1 മൈനസ് ai1, ആ ഇക്വേഷനിൽ എടുക്കുന്ന വേരിയബിൾ yi2 ആണ്, ഇനീക്വാളിറ്റിയിൽ എടുക്കുന്നത്, പ്ലസ് എക്സെട്ര ലാസ്റ്റ് x1ന്റെ കോഎഫിഷ്യന്റ് am1 എടുക്കുക. am1 ym ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ c1. ദെൻ സെക്കൻഡ് x2ന്റെ കോഎഫിഷ്യൻസ് എടുക്കുക. a12 y1 a22 ആ ഇനീക്വാളിറ്റിയിലെ വേരിയബിൾ a22 y2 ആണ്. ഇനി ഇവിടെ നിന്ന് എടുത്താൽ അവിടുത്തെ വേരിയബിൾ നമ്മൾ എഴുതിയിട്ടുണ്ട് yi1 ആണ്, പ്ലസ് എക്സെട്ര ai1 yi1. ദെൻ ഈ ഇക്വേഷനിൽ നിന്ന് എടുത്താൽ വേരിയബിൾ yi2 ആണ്, മൈനസ് ai1 yi2 പ്ലസ് എക്സെട്ര പ്ലസ് ഇനി സെക്കൻഡ് am2 ym ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2ന്റെ എളുപ്പെടുത്ത് c2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു c2 എക്സെട്ര. ഇപ്പം നമ്മൾ എന്ത് എഴുതുന്ന? x1ന്റെ കോഎഫിഷ്യന്റ് x2ന്റെ കോഎഫിഷ്യന്റ്, ഇവിടെ പ്രത്യേകതയൊന്നുമില്ല, x1 x2 എക്സെട്ര xn. അപ്പോൾ xnന്റെ കോഎഫിഷ്യൻസ് സെലക്ട് ചെയ്യും. a1n ലാസ്റ്റ് എഴുതാൻ a1n y1 പ്ലസ് a2n സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് a2n സെക്കൻഡ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ y2 എക്സെട്ര. ith ഇക്വേഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇതാ എടുക്കുന്നെങ്കിൽ ain പ്ലസ് എക്സെട്ര പ്ലസ് ain, അവിടുത്തെ വേരിയബിൾ ഏതാ? yi1 മൈനസ് ain yi2 പ്ലസ് എക്സെട്ര ലാസ്റ്റ് വരുന്നത് mn ym ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ് വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു cn. ഹിയർ y1 y2 എക്സെട്ര. ഇപ്പൊ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, പ്രൈമൽ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയിട്ടാണ്. അപ്പോൾ yi1 y2 ആണ് നിൽക്കുന്ന വേരിയബിൾസ് എന്ന് ഓർക്കണം. എക്സെട്ര ym m+1 വേരിയബിൾസ് ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. എല്ലാ സ്ഥലത്തും നോക്കിക്കേ, bi ഇൻറ്റു yi1 മൈനസ് yi2 എന്ന് എഴുതാം. ai1 ഇൻറ്റു
yi1 മൈനസ് yi2 എന്ന് എഴുതാം. എല്ലായിടത്തും അങ്ങനെ എഴുതാം. yi1 മൈനസ് yi2 ai1 ai2 here we have ai2 into ai2 into ai2 yi1 ai2 yi2 ai2 into yi1 minus yi2. Here we have ain into yi1 ain into yi1 minus yi2 എന്ന് വരും. പിന്നെ എന്ത് ചെയ്യും? റീപ്ലേസ് yi as yi1 minus yi2 yi1 minus yi2 ന് പകരം yi എന്ന് എഴുതും. അപ്പോൾ ഡിഫറൻസ് എഴുതി. ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിലും yi1 ചെറുതായി പോയാൽ ഈ ഡിഫറൻസ് നെഗറ്റീവ് ആകുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് അൺറെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഈ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്താൽ മതി. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും എല്ലാ കൺസ്ട്രെയിൻസിലും yi1 മൈനസ് yi2 ന് പകരം yi എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്തായി? bi yi, ഇവിടെ ai1 yi, ഇവിടെ ai2 yi, ഇവിടെ an yi എന്നായി. അപ്പോൾ വേരിയബിൾസിന്റെ എണ്ണം m+1 ഉണ്ടായിരുന്നത് രണ്ടെണ്ണം കമ്പൈൻ ചെയ്ത് m ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും. m വേരിയബിൾസ് ആയി. അപ്പോൾ ആദ്യം എഴുതിയിരുന്ന ഈ സ്പ്ലിറ്റ് ചെയ്യാത്ത, ഇതിനെ രണ്ടാക്കാത്ത പ്രോബ്ലത്തിന് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു? m കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് m വേരിയബിൾസ് കിട്ടി. പക്ഷേ ഇവിടുത്തെ ith കൺസ്ട്രെയിൻറ്റ് ഇക്വാളിറ്റി ആയിരുന്നു, ഇവിടുത്തെ ith വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് കിട്ടി. ഇത് നിങ്ങളൊന്ന് റീറൈറ്റ് ചെയ്താൽ മതി. ഞാൻ എഴുതി സമയം കളയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. വായിച്ച് കേൾപ്പിക്കാം. മാക്സിമൈസ് b1 y1 പ്ലസ് b2 y2 പ്ലസ് bi yi പ്ലസ് എക്സെട്ര vm ym. അത് bi yi എടുത്ത് പറയേണ്ട കാര്യം കൂടി അപ്പം ഇല്ല. സബ്ജക്റ്റ് ടു a11 y1 പ്ലസ് a21 y2 പ്ലസ് ai1 yi പ്ലസ് എക്സെട്ര am1 ym ലെസ് ദാൻ ഓർ ഈക്വൽ ടു c1. a12 y1 പ്ലസ് a22 y2 പ്ലസ് ai2 yi ഇതിൻ്റെ രണ്ടിനോട് പകരം പ്ലസ് എക്സെട്ര am2 ym ലെസ് ദാൻ ഓർ ഈക്വൽ ടു c2 എക്സെട്ര a1n y1 പ്ലസ് a2n y2 പ്ലസ് എക്സെട്ര ain yi ഇതിൻ്റെ രണ്ടിനോട് പകരം yi1 മൈനസ് yi2 ന് പകരം പ്ലസ് എക്സെട്ര amn ym ലെസ് ദാൻ ഓർ ഈക്വൽ ടു cn. അപ്പോൾ എന്ത് സംഭവിച്ചു? yi1 മൈനസ് yi2 നെയാണ് നമ്മൾ, അവർ രണ്ടുപേരും നോൺ നെഗറ്റീവ് ആണെങ്കിലും ആ ഡിഫറൻസ് ചിലപ്പോൾ നെഗറ്റീവ് ഒക്കെ ആകാം. അൺറെസ്ട്രിക്റ്റഡ് ആണ്. yi ഈസ് അൺറെസ്ട്രിക്റ്റഡ്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ith കൺസ്ട്രെയിൻറ്റ് ഇക്വാളിറ്റി ആണെങ്കിൽ ഇവിടെ ith വേരിയബിൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിനൊരു ഓപ്പോസിറ്റ് പാർട്ടും കൂടെ ഉണ്ട്. ഇപ്പോൾ പ്രൈമലിൽ ith കൺസ്ട്രെയിൻറ്റ് ഇക്വാളിറ്റി എടുത്തതുപോലെ പ്രൈമലിലെ jth വേരിയബിൾ എണ്ണം n ആണ്. അതുകൊണ്ടാണ് j എന്ന് പറയുന്നത്. jth വേരിയബിൾ, പ്രൈമലിലെ വേരിയബിൾസ് 1 to n ആണ് പറയുന്നത്. അപ്പോൾ 1 to n വേരിയേഷന് j ഉപയോഗിക്കുന്നത്. jth എന്ന് മാറ്റി പറയുന്നതാണ് നല്ലത്. ഇഫ് ദ jth വേരിയബിൾ ഓഫ് ദ പ്രൈമൽ ഈസ് അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ, പ്രൈമലിന് എത്ര വേരിയബിൾസ് ആണോ ഉള്ളത്, ഡിവലിന് എത്ര കൺസ്ട്രെയിൻസ് ആണ്. ഇപ്പോൾ ഡിവലിന് n കൺസ്ട്രെയിൻസ് ആണോ ഉണ്ടാവുക, n ന് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയേഷൻ j ആണ്. ദെൻ ദ jth constraint of the jth variable of the primal is unrestricted, then the jth constraint of the dual is എന്തായിരിക്കും വ്യത്യാസം വരിക? സാധാരണ ഡ്യുവലിന്റെ കൺസ്ട്രെയിൻസ് വരേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ jth വേരിയബിൾ പ്രൈമലിൽ അൺറെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ ഡ്യുവലിന്റെ jth കൺസ്ട്രെയിന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോം ആയിരിക്കത്തില്ല, ഇക്വാളിറ്റി ആയിരിക്കും, വിൽ ബി ആൻ ഇക്വാളിറ്റി. ഇതുപോലെ എക്സ്പാൻഡഡ് ഫോം എഴുതുക, എല്ലാ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക. jth വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റീപ്ലേസ്മെന്റ് കൊടുക്കും. അപ്പോൾ വേരിയബിളിന്റെ എണ്ണം j+1 ആകും പ്രൈമലിൽ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് j+1 ഇൻഇക്വാളിറ്റീസ് ഇവിടെ വരും. അതിൽ നിന്ന് രണ്ടെണ്ണം ഈ കാണുന്ന പോലെ ഓപ്പോസിറ്റ് സൈനായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് jth കൺസ്ട്രെയിൻറ്റിനെ ഇക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഞാൻ രണ്ടിൻ്റെയും പ്രൂഫ് എഴുതുന്നത് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് അടുത്ത പാർട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് ടെക്സ്റ്റിൽ പ്രൂഫ് കൊടുത്തില്ല, പക്ഷേ ഈ റിസൾട്ട് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചാൽ നമുക്ക് പ്രോബ്ലംസിൻ്റെ ഡ്യുവൽ എഴുതാൻ നല്ലതായിരിക്കും. മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലം അത്രയും കൂടി എക്സ്പാൻഡഡ് ആയിട്ട് ചെയ്യണ്ട. പ്രൈമലിലെ ഏത് വേരിയബിൾ ആണ് അൺറെസ്ട്രിക്റ്റഡ് എന്ന് നോക്കി ഡ്യുവലിലെ കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻറ്റിനെ ഇക്വാളിറ്റി ആക്കിയാൽ മതി. പ്രൈമലിലെ ഏത് കൺസ്ട്രെയിൻ്റ് ആണ് ഇക്വാളിറ്റി എന്ന് നോക്കി ഡ്യുവലിലെ കറസ്പോണ്ടിങ് വേരിയബിളിനെ നമുക്ക് അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറയാം. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി ടേബിൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് നിങ്ങൾ പ്രൂവ് ചെയ്ത് എടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് റിസൾട്ട് ഞാനൊരു ഷീറ്റിൽ എഴുതി നിങ്ങൾക്ക് പ്രൂഫ് കംപ്ലീറ്റ് തരാം, ഇതിൻ്റെ പ്രൂഫ്. അതിന് മുമ്പിലത്തെ പ്രൈമൽ ഡ്യുവൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ നോട്ട്സ് തരാം, നിങ്ങൾ വായിക്കുക.
നമുക്ക് റിസൾട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. താങ്ക് യു.